ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്ലോർ എന്താണ്, ഫ്ലോറിങ്ങിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. എന്താണ് ഫ്ലോർ? നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഹോം ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് ആയിക്കോട്ടെ, നമുക്ക് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് എന്താ പറയുന്നത്, ഫ്ലോറിങ് എന്ന് പറയുന്നത്. ആ ഫ്ലോറിങ് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ്റെ ബേസ്ഡ് ആയിട്ടും ഒരുപാട് കാറ്റഗറീസ് ഉണ്ടാവും. ഫ്ലോറിങ് പറയണത് ഒരു സർഫസാണ്, നമുക്ക് നടക്കാൻ പറ്റുന്ന, നമ്മൾ നടക്കുന്ന ഒരു സർഫസാണ്. സ്മൂത്ത് ആയിരിക്കും, അല്ലെങ്കിൽ റഫ് ആയിട്ടുള്ള ഏരിയാസും ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന മെറ്റീരിയൽസ് എന്തായിരിക്കും, വുഡൻ ഫ്ലോറിങ്, സ്റ്റോൺ ഫ്ലോറിങ്, കോൺക്രീറ്റ് ഫ്ലോറിങ്, ടൈൽ ഫ്ലോറിങ്, വിനൈൽ ഓർ PVC ഫ്ലോറിങ്, എപ്പോക്സി ഓർ റെസിൻ ഫ്ലോറിങ്, റബ്ബർ ഫ്ലോറിങ്, അങ്ങനെ കുറേ ടൈപ്പ് ഓഫ് ഫ്ലോറിങ്സ് ഉണ്ട്. അതിന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വുഡൻ ഫ്ലോറിങ് എന്താ, സോളിഡ് ആയിട്ടുള്ള വുഡ് ഓർ എഞ്ചിനീയർഡ് വുഡായിട്ട് ഉപയോഗിക്കുക. നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള എന്താണ് വാം ലുക്ക് ഉണ്ടാകും, നല്ല ലുക്കല്ലേ ആയിരിക്കും വുഡൻ ഫ്ലോറിങ് ആണ്. എന്താ വെച്ചാൽ മെയിനായിട്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സിന് ഉപയോഗിക്കും. പ്രോപ്പറായിട്ടുള്ളൊരു മെയിൻ്റനൻസ് വേണം. അതേപോലെ സ്റ്റോൺ ഫ്ലോറിങ് പറയുന്നത് മാർബിൾ, ഗ്രാനൈറ്റ്, സ്ലൈറ്റ്, സാൻഡ് സ്റ്റോൺ, അങ്ങനെ ഒരുപാട് സ്റ്റോൺ ഐറ്റംസ് ഉണ്ടാവും. അത് പറഞ്ഞാൽ ഒരു ഡ്യൂറബിളാണ്, ലക്ഷറിയസ് ആയിട്ടുള്ള ലുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ, അതിപ്പോൾ ഇൻസ്റ്റാളേഷൻ ഏതിനായാലും അത് അത്യാവശ്യം നല്ല രീതിയിൽ പണിയറിയുന്ന ആൾക്കാർ, സ്കില്ലഡ് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷനാണ് അതിന് വേണ്ടത്. സോ വുഡൻ ഫ്ലോറിങ്ങും സ്റ്റോൺ ഫ്ലോറിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? മെയിൻലി രണ്ടും നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ്. ബട്ട് അതെന്താണ്, നന്നായിട്ട് മെയിൻ്റെനൻസ് ചെയ്യണം. കോൺക്രീറ്റ് ഫ്ലോറിങ് പറയുന്നത് സിമെൻറ്റ്, സാൻഡ്, അഗ്രിഗേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കോൺക്രീറ്റ് ഫ്ലോറിങ്. സ്ട്രോങ് ആയിരിക്കും, കോസ്റ്റ് എഫക്റ്റീവാണ്. വെയർ ഹൗസ്, ഇൻഡസ്ട്രിയൽസൊക്കെ ഉപയോഗിക്കും. പോളിഷ്ഡ് ആയിട്ട് കളേർഡ് ആക്കിയിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഒരു അസ്തറ്റിക് അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ കളറൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് കൊടുക്കും. പിന്നെ ടൈൽ ഫ്ലോറിങ്, അത് ആസ് യൂഷ്വൽ നമുക്ക് എല്ലാവർക്കും അറിയാം. സെറാമിക്, പോർസലൈന്, വിട്രിഫൈഡ്, ടെറാക്കോട്ട, ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഈസി ടു ക്ലീൻ ആണ്. പിന്നെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ കിച്ചണ്, ബാത്റൂം, അതേപോലെ അങ്ങനെ എല്ലായിടത്തും നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടൈലാണ്. പിന്നെ വിനൈൽ ഓർ PVC ഫ്ലോറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു PVC ഫ്ലോറിങ് അല്ലെങ്കിൽ ഒരു സിന്തറ്റിക് ഫ്ലോറിങ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. പോളിവിനൈൽ ക്ലോറൈഡ്, PVC, അതിൻ്റെ അതും അഡിക്റ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഈസി ടു ഇൻസ്റ്റാൾ ആണ്, നമുക്ക് കാണാൻ പറ്റും. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഡ്യൂറബിൾ ആണ്. അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഫ്ലോറിങ് മെറ്റീരിയലാണ് വിനൈൽ അല്ലെങ്കിൽ PVC ഫ്ലോറിങ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫിഗറിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമുക്ക് മാനുവലി ഒരു സ്കില്ലഡ് ലേബേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. എപ്പോക്സി ഓർ റെസിൻ ഫ്ലോറിങ് എന്ന് പറഞ്ഞാൽ നൗ ഡേയ്സ് നമുക്ക് കാണാൻ പറ്റുന്ന വളരെ അധികമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് റെസിൻ ഫ്ലോറിങ്. റെസിൻ ആട്ടുന്നൊക്കെ കിട്ടില്ല, അതേപോലെ തന്നെയാണ് എപ്പോക്സി റെസിൻ ഉപയോഗിച്ചിട്ടാണ് നല്ല ഭംഗിയിൽ ഡ്യൂറബിളായിട്ട് കാണാൻ പറ്റും. അതിന് ജോയിൻറ്റ്സ് ഒന്നുമില്ല, അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. റബ്ബർ ഫ്ലോറിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയാൽ കാണാൻ പറ്റും, പ്ലേ ഗ്രൗണ്ടിൽ, നഴ്സറീസിലൊക്കെ. നാച്ചുറലായിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള റബ്ബർ ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ആയിരിക്കും, നോൺ സ്ലിപ്പി ആയിരിക്കും, ഇമ്പാക്റ്റൊക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റും. നമ്മൾ ജിമ്മെന്നൊക്കെ പറയുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം അത് വെയിറ്റ് കപ്പാസിറ്റി വേണമെന്ന്. ആ ഒരു വെയിറ്റ് ലോഡ് എടുക്കാനൊക്കെ നല്ലോണം പറ്റുന്ന ഒന്നാണ് റബ്ബർ ഫ്ലോറിങ് എന്ന് പറയുന്ന റബ്ബർ ഫ്ലോറിങ് ടൈപ്പ് എന്ന് പറയുന്ന മെറ്റീരിയൽസ്. സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോറിങ് മെറ്റീരിയൽസ് ആണ്. അതിൽ നമ്മൾ അറിയുന്നതും അതേപോലെ നമ്മൾ കണ്ട് പരിചയമുള്ളതും വളരെ റെയറായിട്ടുള്ളതും ഉണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് ടൈപ്പ് ഉണ്ട് ഫ്ലോറിങ്സ് പറയുന്നത്. ഈ കാർപ്പറ്റ്, ലാമിനേറ്റ് ഫ്ലോറിങ്. കാർപ്പറ്റ് എന്നൊക്കെ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോഫ്റ്റ് ആയിരിക്കും, വാം ആയിരിക്കും. നമ്മൾ ഓഫീസിലും ഹോംസിലൊക്കെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കും. ലാമിനേറ്റ് ഫ്ലോറിങ്സ് ഉണ്ട്. ഡെക്കറേറ്റീവ് ടൈപ്പായിട്ടുള്ള ലാമിനേറ്റീവ് ഫ്ലോർസ് ഉണ്ട്. വുഡോ സ്റ്റോണോ അല്ലെങ്കിൽ ചീപ്ലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. അത് ഉപയോഗിച്ച് ചീപ്പറാണ്. അതേപോലെ ഈസിയർ ടു ഇൻസ്റ്റാൾ ആണ്. മെയിൻ്റെനൻസും അധികം വരുന്നില്ല, മെയിൻ്റെനൻസ് കോസ്റ്റും അധികം വരുന്നില്ല. നമുക്ക് ഓരോരോ ചെറിയ സ്ക്വയർ ഫീറ്റുള്ള ഏരിയാസൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ നമ്മളെ ഫ്ലോറിങ്ങും അതേപോലെ വാൾ ഡെക്കറേഷനൊക്കെ കണ്ടിട്ടില്ല, അതേപോലെയൊക്കെ തന്നെ ഫ്ലോറിൽ ലാമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ വെക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ലാമിനേറ്റ് പറയുന്നത്. പിന്നെ ഗ്ലാസ് ഫ്ലോറിങ് പറഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം കണ്ടുവരുന്നുണ്ട് അല്ലേ, ഗ്ലാസ് ഫ്ലോറിങ് പറയണത്. അത് പറഞ്ഞാൽ
ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, നല്ല അസ്തറ്റിക് അപ്പിയറൻസ് ഉണ്ടാവും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് വേണം. അതേപോലെ ഗ്ലാസ് മെറ്റീരിയലിൻ്റെ ഡിപ്പെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പൊട്ടി വീഴും. അതേപോലെ ബാമ്പു ഒരു കോർക്ക് ഫ്ലോറിങ്, അത് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും, വാം ആയിരിക്കും, അതേപോലെ സസ്റ്റൈനബിൾ ആയിട്ട്. ബാമ്പു അല്ലെങ്കിൽ കോർക്ക് ഫ്ലോറിംഗ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആണ്. എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ബാമ്പു അല്ലെങ്കിൽ കോർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. സോഫ്റ്റാണ്, വാമാണ്, സസ്റ്റൈനബിൾ ആണെന്ന് നമുക്കറിയാം. ദെൻ ഇതൊരു പ്രൊട്ടക്റ്റീവായിട്ട് മോയ്സ്ചറിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു എന്താ പറയുക, ഒരു സീലിംഗ് കൂടിയാണ്, ഫ്ലോറിങ്ങിന് നൽകുന്ന ഒരു സീലിംഗ് കൂടിയായിട്ടാണ് ബാമ്പു അല്ലെങ്കിൽ കോർക്ക് ഫ്ലോറിങ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ളതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക ഫ്ലോറിങ് മെറ്റീരിയൽ. എവിടെയാണോ അതിൻ്റെ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആണോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ആണോ, ആസ് പെർ ദ പർപ്പസ്, അതേപോലെ എന്തിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജിമ്മിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു റബ്ബർ ഫ്ലോറിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുക, അല്ലേ? റബ്ബർ ഫ്ലോറിംഗ് അല്ല ഉപയോഗിക്കുക. അതേപോലെ ഓരോന്നേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ടൈപ്സിനെ കുറിച്ച് സംസാരിക്കാം.